ഫോൺപേ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അതായത് ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ ഉപയോഗിച്ചാണ് ഫോൺപേ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫോൺപേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ എൻ്റർ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ആകുന്നതാണ്. OTP റീഡ് ആയതിനു ശേഷം ഫെച്ചിങ് യുവർ അക്കൗണ്ട് എന്ന് ഇവിടെ ഇത് ലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അലോ ഫോൺപേ ടു ആക്സസ് ദിസ് ഡിവൈസ് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ളത് കൊടുക്കാം. അടുത്തതായിട്ട് അലോ ഫോൺപേ ടു മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ് എന്നുള്ളത് അലോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോൺപേയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ തന്നെ ഒരുപാട് ബാങ്ക് കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ബാങ്ക് നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഫെഡറൽ ബാങ്ക് ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫെഡറൽ ബാങ്ക് ചൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടില്ലെങ്കിൽ നമുക്കിത് മാനുവലി ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ഈ ഹോം പേജിൽ കാണുന്ന ടു ബാങ്ക് ആൻഡ് സെൽഫ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൽ ടു സെൽഫ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ആഡ് ചെയ്ത അക്കൗണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സെൽഫ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്.